എനിക്ക് അപ്പോഴേ അറിയാം അവൻ വരില്ല. ദേവി എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടെ ദേവി? എന്താ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ് അണ്ണന് ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. സൂക്ഷിക്കണേ. ബൈ. വേണു ഇവിടെ വാ. ഏയ് വാ പോകാം. എന്താ നോക്കുന്ന? പോകാന്ന്. എവിടെ? എവിടെയെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ട്. ഏയ് ഇന്നെന്റെ കല്യാണോ? അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെന്ത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ? മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിന്ന് പറയുന്നേ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നമുക്കത് വാങ്ങി. പാചകം പഠിക്കണോന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം. നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ് ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചു വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ? ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ആര്? ഞാൻ പോയി ചോദിക്കണം. വായി നോക്കി ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു. അകത്തെന്താ ചെയ്യുന്നത്? വെളിയിലുള്ളത് ചിലത് അകത്ത് തോന്നി ചേട്ടാ. ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ മുരുകേശ, എന്താ സിനിമയാണ് ഇടാമോ? എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഡോക്ടറെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ? നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ. എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്താ ഡോക്ടർ ഇത്? എവിടെ നിന്ന് ഖനനം ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്തുമാത്രം മിശ്രം നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. ഡോക്ടർ നോക്ക്, നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ എന്റെ പാർട്ണർ എഴുന്നേറ്റിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക്. നീ എന്റെ കൂടെ വാടാ. വാ കോച്ചാ, വന്നാലേ ഞെക്ക്. കഷ്ടം. ഇരിക്കുന്ന ഇരിപ്പ് കൊണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എടി, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ, ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി, പറയാം. എന്ത് പറയാം? അത് തന്നെ പ്രേമിക്കുന്നെന്ന്. പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവൂ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില് കേട്ടോ? ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്. നീ ഒരു ക്രിമിനൽ ആടി. താങ്ക്സ് ഡാ. ഇത് ഡയമണ്ടിന്റെ റോ മെറ്റീരിയൽ കിംബർലൈറ്റ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂവെന്നാണ് വിശ്വാസം. എന്നാൽ ഇന്ത്യയിലും കിട്ടും. ഇത് ഖനനം ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം തരില്ല. എന്തെന്നാൽ കിംബർലൈറ്റ് ഖനനം ചെയ്തെടുത്താൽ ആ ഭാഗത്ത് ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രഹസ്യമായി വച്ചിരുന്ന രേഖകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. കണ്ടോ നിന്റെ ചേട്ടൻ ഗവൺമെന്റ് അറിയാതെ അന്യായത്തെ? ഒടുങ്ങിയാൽ ഉറപ്പായിട്ട് അഴിയുന്നു. ഞാനെന്റെ അച്ഛനെ തേടിയാ വന്നത്. എന്നാ സൂപ്പർ മാറ്റർ കയ്യിൽ കിട്ടി. വെക്കും നിന്റെ ചേട്ടനൊരു പാര. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ ഇവിടെ എന്നാ ചെയ്യാ?
ചെയ്യുന്നേ? കോച്ചാ, ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഓർമ്മ തിരിച്ചു കിട്ടി, ഓർമ്മ തിരിച്ചു കിട്ടി. ആ, എന്നാ, അമർത്ത്, 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 അവനല്ലേ? അമർത്ത്. പറഞ്ഞില്ല, അവൻ തന്നെയല്ലേ ഇത്? ചേട്ടാ നിങ്ങൾക്ക് അറിയില്ല, പറയലിയ, പറ, അവനല്ലേ? അയ്യോ, മാറിക്കോ മാറിക്കോ. ദേ കൈ ചൂണ്ടുന്നു. ഭഗവാനേ, ഏഴുമല വാസ വെങ്കടേശ്വര ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ. അയ്യോ, ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഓ, ഭഗവാനെ കൈ കാണിച്ച് കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാമെന്ന് നേർച്ച നേർന്നു. എവിടെ ഇനി മുട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചോണ്ട് പോയല്ലോ. അളിയാ, പറയലിയ, പറയലിയ, പറ. അങ്ങോട്ട് നിന്ന് കൈ കാണിക്കുന്ന രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഓ, സമാധാനം ഇരിക്കെ. സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ, വേറെ വഴിയില്ലല്ലോ. ഗോവിന്ദ 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 ഗോവിന്ദ. ഗോവിന്ദ. ഏയ്, കോച്ചാ, 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 കോച്ചാ. അയ്യോ, നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകുന്നത്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ. ഡേയ്, വാടാ, വാ. ചേട്ടാ, ആ ശിവദാസന്റെ മോൻ ഇവിടെ ഉണ്ട്. അവനോ? പിടിക്ക്. ഏയ്, ഏയ്, ഇവനെ. നിക്കവിടെ. എവിടെ പോയി? എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട, വാ. ഏയ്, നോക്കടാ. പുറകെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കെട്ടിക്കോ. അപ്പൊ നീ എസ്കേപ്പിടാ. എന്നെ പ്രേമിക്കുന്നു, കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. ശരി, വാ. കല്യാണം നടക്കരുത്, അതല്ലേ? കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങൂ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? കറക്റ്റ്. ഏയ് ഡോക്ടർ. സാർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ? അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? ഏയ്, അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി? വീണ്ടും ഭഗവാനാ? ഗോവിന്ദ 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 ഗോവിന്ദ. എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ. അപ്പൊ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ല തനിക്ക്? പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്. അപ്പോഴറിയാം അവൻ ആരാണെന്ന്. എന്താടാ ഇയാൾ ലോറി എടുത്തോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകാനാ പറയുന്നത്. ക്വാറിയില് ഉണ്ടെന്നോ? ലാപ്ടോപ്പ് തുറന്നു. 10 നിമിഷം മതി. പാർട്ണറെ വെബ്കാമിനടുത്തേക്ക് കൊണ്ടുപോകാം. ശരി ശരി. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. വണ്ടിയിടടാ, ഇവനെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടടാ. ഏയ് വാടാ, എടുക്കടാ ബാഗ്.
എല്ലാം correct ആയിട്ട് തന്നെ ഉണ്ട്.